മഴവെള്ള സംഭരണത്തിലെ പ്രധാന രീതികൾ: പുരപ്പുറത്ത് മഴവെള്ളം സംഭരിക്കുക. ചെറിയ കുഴികളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ച് വെള്ളം ശേഖരിക്കുക. മഴവെള്ള സംഭരണം, കുളങ്ങൾ നിർമ്മിക്കുക എന്നിവയാണ്. പുരപ്പുറത്തെ മഴവെള്ളം ശേഖരിക്കുന്നതിന് മേൽക്കൂരയിൽ നിന്നുള്ള വെള്ളം പൈപ്പുകളിലോ അരിച്ചെടുത്ത് സംഭരണ ടാങ്കുകളിൽ സൂക്ഷിക്കുക. ഇതിനായി ചെറിയ കുഴികളിലോ നിലവുകളോ കിണറുകളിലോ ശേഖരിക്കാവുന്നതാണ്. പ്രധാന രീതികൾ: പുരപ്പുറത്തെ മഴവെള്ളം സംഭരണം. മേൽക്കൂരയിൽ വീഴുന്ന മഴവെള്ളം പൈപ്പുകൾ വഴി ശേഖരിച്ച് അരിച്ചെടുത്ത ശേഷം സംഭരണ ടാങ്കുകളിലേക്ക് മാറ്റുന്നു. ഈ വെള്ളം കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. ചെറിയ കുഴികളിലെ സംഭരണം: ചെറിയ കുഴികൾ നിർമ്മിച്ച് അതിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ച് വെള്ളം സംഭരിക്കാം. മഴവെള്ള സംഭരണ കുഴികൾ: നിലവുകളിലോ കുളങ്ങളെ നന്നാക്കുകയോ പുതിയ കുളങ്ങൾ നിർമ്മിക്കുകയോ ചെയ്യാം. ആവശ്യമെങ്കിൽ പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ച് കുളങ്ങൾ നിർമ്മിക്കാവുന്നതാണ്. ജൈവ തടയണകൾ: നീർച്ചാലുകളും തോടുകളും കുറെയൊക്കെ ജൈവ തടങ്ങൾ നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തി ഭൂമിയെ ഉഴിഞ്ഞിറക്കാം. കൂടാതെ മഴവെള്ള സംഭരണം എന്നാൽ മഴവെള്ളം ശേഖരിച്ച് സംഭരിക്കുന്ന രീതിയാണ്. ഇതിനായി മേൽക്കൂരയിൽ വീഴുന്ന വെള്ളം പൈപ്പുകളിലൂടെയോ ടാങ്കുകളിലേക്കോ ഭൂമിക്കിടയിലേക്കോ മഴക്കുഴലിലേക്കോ തിരിച്ചുവിടുന്ന ഈ സംവിധാനം വീടിനുള്ള ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനും ഉപയോഗിക്കാം. ആവശ്യകതയും ഗുണങ്ങളും: ജലസംഭരണം: മഴവെള്ളം പാഴായി പോകാതെ ശേഖരിക്കുന്നതിലൂടെ വേനൽക്കാലത്തെ ജലക്ഷാമം പരിഹരിക്കാം. കുടിവെള്ളം: ശുദ്ധീകരിച്ചെടുത്ത് കുടിവെള്ളമായി ഉപയോഗിക്കാൻ സാധിക്കും. സമ്പദ് സംസ്കരണം: ഭൂഗർഭജലത്തെ റീചാർജ് ചെയ്യുന്നതിലൂടെ കിണറുകൾ വറ്റുന്നത് തടയാം. മറ്റു ഉപയോഗങ്ങൾ: കന്നുകാലികൾക്കും കൃഷികൾക്കും വെള്ളം ഉപയോഗിക്കാം. കേരള സർക്കാർ മഴവെള്ള സംഭരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഴയെ എന്ന പദ്ധതി. ഇത് വീടുകളിൽ മഴവെള്ള സംഭരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ലക്ഷ്യമിടുന്നു. കൂടാതെ എല്ലാ കെട്ടിടങ്ങളിലും പുതിയ കെട്ടിടങ്ങളിലും മഴവെള്ള സംഭരണി നിർബന്ധമാക്കാനും നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. മഴയെ എന്ന പദ്ധതി: വീടുകൾ മഴവെള്ളം സംഭരണം സംവിധാനം സ്ഥാപിക്കാൻ ഉപഭോക്താക്കൾ ധനസഹായം നൽകുന്നതാണ് ഈ പദ്ധതി. സർക്കാർ കെട്ടിടങ്ങൾ: എല്ലാ കെട്ടിടങ്ങളിലും മഴവെള്ള സംഭരണി നിർബന്ധമാക്കിയിട്ടുണ്ട്. പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ മഴവെള്ള സംഭരണത്തിന്റെ സംവിധാനം നിർബന്ധമാക്കാൻ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ സന്ദർശിക്കുന്നതാണ്. ഇതെല്ലാമാണ് മഴവെള്ള സംഭരണിയുടെ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും. നന്ദി.